സെൽ ക്ലസ്റ്റേഴ്സ് അല്ലെ, കോശങ്ങളും അതുപോലെ തന്നെ കലകളും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പൊ പ്ലാന്റ് ടിഷ്യൂസിൽ എന്തായാലും പഠിച്ചിരിക്കേണ്ട ഒരു കോൺസെപ്റ്റ് മാപ്പ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ചാർട്ട് പോലുള്ള ഭാഗമായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്ലാന്റ് ടിഷ്യൂസും അതുപോലെ തന്നെ സസ്യകലകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നോക്കുക, സസ്യകലകളെ രണ്ടായിട്ടാണ് നമ്മൾ തലതിരിച്ചിട്ടുള്ളത്. മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെങ്കിൽ നമ്മൾ പറയും മെരിസ്റ്റമിക കല. മെരിസ്റ്റമിക കലകൾ 3 തരമാണുള്ളത്. അഗ്രൽ മെരിസ്റ്റം അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം, ഇന്റർകാലറി മെരിസ്റ്റം അല്ലെങ്കിൽ പർവാന്തര മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം അല്ലെങ്കിൽ നമ്മൾ പറയും പാർശ്വ മെരിസ്റ്റം. അപ്പൊ എപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ടിപ്പ് പോർഷനിൽ കാണുന്നതാണ്, അവര് സ്റ്റെമിന്റെ ലെങ്തും ഡെവലപ്മെന്റ് ഒക്കെ സഹായിക്കുന്നതാണ്. ഇന്റർകാലറി മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇന്റർനോഡിന്റെ ലെങ്ത് കൂട്ടുന്നതാണ്. ആൻഡ് പാർശ്വ മെരിസ്റ്റം, ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറഞ്ഞാൽ ക്യാമ്പിയത്തിലൊക്കെ കാണും, വണ്ണം ആ ഒരു വിട്ട് കൂട്ടാൻ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് സ്ഥിര കലകളുണ്ട് അല്ലെ, പെർമനന്റ് ആയിട്ടുള്ള ടിഷ്യൂസ്. അവർ പിന്നെ ഡിവിഷൻ നടക്കുകയല്ല, അവരൊരു ഫംഗ്ഷൻ ഏറ്റെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ളത് 2 തരമാണ്, സിമ്പിൾ ടിഷ്യൂസും കോംപ്ലക്സ് ടിഷ്യൂസും. സിമ്പിൾ ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ ഉണ്ട്. പാരൻകൈമ വളരെ സിമ്പിൾ ആണ്, ഫോട്ടോസിന്തസിസ് ഒക്കെ സഹായിക്കുന്ന. ക്ലോറൻകൈമയൊക്കെ പാരൻകൈമയിൽ വരുന്നവരാണ്. കോളൻകൈമ എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി ഒക്കെ കൊടുക്കുന്നവരാണ്. സ്ക്ലീറൻകൈമ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാർഡാണ്, നമ്മുടെ ചിരട്ടയുടെ ഒക്കെ കാണുന്ന തേങ്ങയുടെ ചുറ്റുള്ള ചിരട്ട നല്ല ഹാർഡസ്റ്റ് ആയിട്ട് നല്ല പ്രൊട്ടക്ഷനും സ്ട്രെങ്ത് ഒക്കെ കൊടുക്കുന്ന ആളാണ് സ്ക്ലീറൻകൈമ. ഇനി സങ്കീർണ കല, കോംപ്ലക്സ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ടൈപ്പ് ഓഫ് സെല്ല് ഒന്നിച്ച് നിൽക്കുന്ന ഫംഗ്ഷൻ ചെയ്യുന്നവരാണ് കോംപ്ലക്സ് ടിഷ്യൂസ്. അപ്പൊ അവിടെ 2 ആൾക്കാരെ നിങ്ങൾക്ക് കാണാൻ പറ്റും, സൈലം ആൻഡ് ഫ്ലോയം. ഫ്ലോയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുക, ഭക്ഷണ പദാർത്ഥങ്ങൾ എല്ലായിടത്തേക്കും എത്തിക്കുന്ന ആളാണ്. അങ്ങനെയാണെങ്കിൽ സൈലത്തിന്റെ ഫംഗ്ഷൻ എന്താണെന്നുള്ളത് കമന്റ് ബിലോ.